ആകുമ്പോൾ മലപ്പുറത്ത് സമ്മേളനം നടക്കുക. വലിയ റാത്തീബുള്ള കൊടുത്തുന്ന മങ്കൂസ് മൗലൂദിന് വന്നിക്കണിയാണ് അറിയാം ഞങ്ങൾ. മലപ്പുറത്ത് സമ്മേളനം നടക്കുക. മലപ്പുറം സമ്മേളനത്തിൽ ഇപ്പോൾ മഞ്ഞളാംകുഴി അരിയുടെ പ്രസംഗം നടക്കുക. നിങ്ങൾക്കറിയോ? മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിപ്പിച്ചു അല്ലേ? ലീഗിൻ്റെ പതാക ഇനി റെയിൽവേ സ്റ്റേഷനിലെ കാണുമെന്ന് പറയുന്ന പിണറായിയുടെ മന്ത്രി വിജയകുമാറിൻ്റെയും രാജേഷിൻ്റെയും രാകേഷിൻ്റെയും കയ്യിലൊക്കെ പുതിയ ട്രെയിന് വരുമ്പോൾ ഈ അഹമ്മദ് ഈ കൊടിയാണ്ട് കൊടുത്തിട്ട് വീശൂടിയടാ വീശ് എന്ന് പറഞ്ഞിട്ട് കേരളൊട്ടാകെ വീശിക്കൊണ്ടിരിക്കല്ലേ. എന്താ മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾ അഴിച്ചുവിട്ട എല്ലാം പോയില്ലേ? നിങ്ങളൊരു KT ജലീലിനെ കൊണ്ടുവന്നാണ് കളിപ്പിക്കാൻ നോക്കിയത്. ഞങ്ങളതിലപ്പുറത്തേക്കെത്തി. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളെ സകല ബർക്കത്തും പോയത് എവിടെയെന്ന് അറിയോ സഖാക്കളെ? നിങ്ങളെ മലപ്പുറത്ത് സ്റ്റേറ്റ് സമ്മേളനം വെച്ചതോടുകൂടിയാണ്. വേറെ എത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വെച്ചു. രാമനാട്ടുകരയിൽ സദ്ദാം ഹുസൈൻ സ്മാരക ഗേറ്റ്, നേരെ ആലി മുസ്ലിയാർ സ്മാരക ഗേറ്റ്, അവിടെ പരപ്പനങ്ങാടി ചെന്നപ്പോൾ കുത്തുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ സ്മാരക ഗേറ്റ് ഇവരെ സമ്മേളനത്തിൻ്റെ ബാനറുകളാണ്. മഖ്ദൂം തങ്ങൾ സ്മാരക ഗേറ്റ് പൊന്നാനിയിൽ, വെളിയങ്കോട്ട് ഉമർ ഖാദി സ്മാരക ഗേറ്റ് ഇവരൊക്കെ ഞങ്ങളെ പോളിറ്റി ബ്യൂറോ മെമ്പർമാരാ. എന്തേ ചെഗുവേര വെക്കാതിരുന്നത്? എന്തേ കാർൽ മാക്സ് വരാതിരുന്നത്? സമുദായത്തെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു. ഉള്ളതും പോയി, ഇപ്പോൾ ഉള്ള ബർക്കത്തും പോയി. മാർക്സിസ്റ്റ് പാർട്ടി നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് മഞ്ചേരിയിൽ TK ഹംസാക്ക ജയിച്ചപ്പോഴാണ് അല്ലേ? TK ഹംസാക്ക ജയിച്ച് മജീദ് സാഹിബ് തോറ്റ സമയത്ത് കലാകൗമുദിയിൽ പേര് വെച്ചെഴുതിയൊരു ലേഖനമുണ്ട്. M ഉമ്മർ മാസ്റ്റർ, മലപ്പുറത്തിനായി ചുവന്ന തൊപ്പി എന്നാണ് അതിൻ്റെ ഹെഡിങ്. അതിൽ പറയുന്നു, വേണ്ടി വന്നാൽ ഞങ്ങൾ നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കും. വെറുതെ പറയല്ല, നിസ്കാര തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. TK ഹംസാക്ക എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴോ മഞ്ചേരിയും പൊന്നാനി, മലപ്പുറവും പൊന്നാനിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഷ എന്തായിരുന്നു? നമുക്ക് മണ്ഡലം മലപ്പുറവും പൊന്നാനിയായിരുന്നെങ്കിൽ TK ഹംസ പറഞ്ഞു, ഹായ് അതല്ല, പൊന്നാനി ബദറാണ്, മലപ്പുറം ഒഹദാണ്. പക്ഷെ ആ ചങ്ങായി ഹന്തക്കിൻ്റെ കിടങ്ങിലാണല്ലോ വീണത്. പൊന്നാനിയും മലപ്പുറവും ബദറും ഒഹദുമാണ്. നമ്മളൊക്കെ 18 വയസ്സ് കഴിഞ്ഞവർക്കാ വോട്ട് എന്ന് പറഞ്ഞു. ഇവരാർക്കാ വോട്ട് എന്ന് പറഞ്ഞ്? മലക്കോൾക്ക്. മലക്കോൾ ഇറങ്ങി പാർട്ടിക്ക് വോട്ട് ചെയ്യും തന്നെ. തീരെ നാണുമാനുമില്ല. ഇപ്പോഴും ഇപ്പോൾ ഇടക്കടുത്ത് മൂപ്പര് പറയുകയാണ്, ഞാൻ തോറ്റാൽ ഇപ്പോഴൊക്കെ MP പവറാണ്. TK ഹംസാക്ക ശരിയാണ്. മൂപ്പര് വിചാരി MP എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പട്ടുറുമാൽ എന്നാണ്. ആവോ എനിക്കറിയില്ല. ഞങ്ങളെ കണ്ടു പഠിക്കണോ? ആണത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഉജ്ജ്വലമായ വിജയം നേടി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ വേണ്ടുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ മനുഷ്യന്മാരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു. നിങ്ങളെ കൂടാരത്തിൽ തന്നെ ഇനി RSP കേൾക്കണ, കേരള കോൺഗ്രസ്, ഇനി ഏത് കക്ഷികളാണ് ആ കൂട്ടത്തിലുള്ളത്? ജനതാദളിൻ്റെ ഒരു കഷ്ടം പോന്നു. ഇനി ആരാളുള്ളത്? CPI വെറുപ്പിലാണ്. CPMകാരായ പല സഖാക്കളും ഇന്നത്തെ മഞ്ഞളാംകുഴി അലിയുടെ സമ്മേളനത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. എന്താ? പല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതും ചില്ലറ സഖാക്കളൊന്നല്ല, ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരൊക്കെ വന്നിട്ടാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഹൈദരലി ശിഹാബ് തങ്ങളെ മുമ്പിൽ നിന്ന്. അറിയോ? ഹൈദരലി ശിഹാബ് തങ്ങളെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങി മുസ്ലിം ലീഗിൽ ചേരുക. എന്താ കാരണം? മാർക്സിസ്റ്റ് പാർട്ടി പഴയ മാർക്സിസ്റ്റ് പാർട്ടിയല്ല. ആ മാർക്സിസ്റ്റ് പാർട്ടി പരേതനായ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകദേശ രൂപ എൻ്റെ സുഹൃത്ത് ഷഹീർ നെല്ലൾ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് എന്താ ഇപ്പോൾ കൈമുതൽ? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക്, രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക്, ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി, വിളയാട്ടത്തിന് വിഷക്കള്ള്, പേക്കൂത്തിന് ആഭ്യന്തര വകുപ്പ്. പിന്നെന്താ നിങ്ങളെ കയ്യിലുള്ളത്? ഇതല്ലാതെ വേറെന്താ നിങ്ങളെ കയ്യിലുള്ളത്? ആളുകളെ മുഴുവൻ വെറുപ്പിച്ചു അല്ലേ? ഈശ്വരനിൽ വലിയ വിശ്വാസമൊന്നുമില്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസമാണ്. ഓരോ രംഗത്തും നോക്കൂ. പിണറായി നാരാ കോടികളുടെ ആസ്തിയുള്ളൊരു പാവപ്പെട്ട തൊഴിലാളിയാണ് മൂപ്പര്. അറിയോ എവിടെ എത്തിക്കുന്ന പാർട്ടിയുടെ സ്ഥിതി? അച്യുതാനന്ദനാ പറഞ്ഞ പൈസ തിരിച്ചു കൊടുക്കണം. പലരും പറഞ്ഞു വാങ്ങിയത് തിരിച്ചു കൊടുക്കണം, കൈക്കൂലി വാങ്ങുക, തിരിച്ചു കൊടുക്കുക. അത് പത്രത്തിൽ വരിക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വ്യാജം എന്ന് പറഞ്ഞാൽ എല്ലാം വ്യാജം, തൊടുന്നത് മുഴുവൻ വ്യാജം. എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി? നിങ്ങളെ പഞ്ചായത്തിലുണ്ടായോ അങ്ങനെ കുറച്ച് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ കേൾക്കാൻ തോന്നും. അതെ, കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇവരുണ്ടാക്കിയ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കക്കൂസിന് നമ്പർ ഇട്ടിട്ടാണ്.
അതന്നെ ആ കക്കൂസിൽ 14 ആൾ ജമാഅത്തായിട്ട് കക്കൂസിൽ പോയാൽ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ 14 ആളുകളെ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്പർ, പാർട്ടി ഓഫീസിൻ്റെ നമ്പറുടെ ആളെ ചേർക്കുക. എന്തൊക്കെ കൃത്രിമം ചെയ്തു. അച്യുതാനന്ദൻ പറഞ്ഞല്ലോ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാവുന്നു. ഞങ്ങളൊക്കെ ആ ഗുരുത്തക്കേടും സംഭവിച്ച് SSLC ബുക്ക് തിരുത്തുക. മന്ത്രിമാരുമായി ബന്ധമില്ലാത്ത ഒരു കുലുമാലുമില്ല കേരളത്തിൽ.